ഏപ്രിൽ 9 കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ എം മാണി സാറിൻ്റെ ഓർമ്മ ദിവസമാണ്. ഇന്നേക്ക് 6 വർഷം മുമ്പാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. കെ എം മാണിയെക്കുറിച്ച് കൂടുതൽ വിശേഷിച്ച് പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. 1964 കേരള കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ അദ്ദേഹം ആ പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. 65 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കേരള കോൺഗ്രസ്സുകാരനാവുന്നു, മത്സരിക്കുന്നു. അന്ന് അദ്ദേഹം പാലായിൽ നിന്ന് ജയിച്ചു. പിന്നീട് അങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും മാണി സാർ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. 2 തവണ മാത്രമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ ഒരു വെല്ലുവിളിയെങ്കിലും ഉണ്ടായത്. പക്ഷേ അതിനെയൊക്കെ അദ്ദേഹം നിസ്സാരമായിട്ട് അതിജീവിച്ചു. അങ്ങനെ 50 കൊല്ലം ഒരേ മണ്ഡലത്തെ പ്രതികരിച്ചു എന്ന ഒരു സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അതിൽ തന്നെ ഏതാണ്ട് 25 കൊല്ലത്തോളം കേരള സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈയാളാനും അദ്ദേഹത്തിന് സാധിച്ചു. ധനകാര്യമന്ത്രിയായിരുന്നു, പിന്നെ ആഭ്യന്തരമന്ത്രിയായി, റവന്യൂ വകുപ്പ് ഭരിച്ചു, പിന്നീട് വീണ്ടും ധനകാര്യമന്ത്രി. കേരള നിയമസഭയിൽ ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. മിച്ചമാണോ കമ്മിയാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ബഡ്ജറ്റും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിഭയായിരുന്നു. മാത്രമല്ല കേരള കോൺഗ്രസ്സിന് വലിയ പ്രത്യയശാസ്ത്രമൊന്നുമില്ല എന്നാണ് ആളുകൾ പറഞ്ഞത്. ഈ കാട്ടുകള്ളന്മാരുടെയും കായൽ രാജാക്കന്മാരുടെയും പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് ശത്രുക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മാണി സാറാണ് ഇതിന് പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയത്. അധ്വാനവർഗ സിദ്ധാന്തം എന്ന അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ ഒരു സൈദ്ധാന്തിക പരിപ്രേക്ഷ്യം ഉണ്ടാകുകയും ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക മുതലായ സാധനങ്ങളുടെ ഉപജ്ഞാതാവ് ഇദ്ദേഹമാണ് എന്ന് പോലും പിൽക്കാലത്ത് ആളുകൾ പാടിപ്പോഴുകയും ചെയ്തു. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ ഒരു ഹാള് വാടകയ്ക്കെടുത്ത് പ്രസംഗിച്ചു എന്നൊരു ഖ്യാതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ജീവിതാവസാന കാലത്ത് പുള്ളി വലിയ അപവാദങ്ങളും വിവാദങ്ങളും ഒക്കെ കേൾക്കേണ്ടതായിട്ട് വന്നു. ഈ ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതിന് നിലവാരം കുറഞ്ഞ ബാറുകാരുടെ പ്രതിനിധികളിൽ നിന്ന് കേവലം 1 കോടി രൂപ 3 ഗഡുവായിട്ട് വാങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഭയങ്കരമായ ഒരു ആരോപണം. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെ വാങ്ങിക്കുന്ന സംഖ്യയാണ് 1 കോടി. മാണി സാറിന് രൂപയുടെ വില കുറഞ്ഞ കാര്യം അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ തന്നെ പറഞ്ഞത്. ഏതായാലും ഈ വിവാദങ്ങൾക്കും അപവാദങ്ങൾക്കൊക്കെ ശേഷം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പിന്നെയും അടുത്ത തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയും പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്തു. മാണിയുടെ മരണശേഷം കേരള കോൺഗ്രസ് ഉണ്ടാകുകയില്ല എന്ന് പ്രവചിച്ചത് യശശരീരനായ ഡോക്ടർ ഡി ബാബു പോളായിരുന്നു. ഏതാണ്ട് മാണി സാറിൻ്റെ തൊട്ട് പുറകെ തന്നെ ബാബു പോൾ സാറും യാത്ര ചെയ്തുകൊണ്ട് അതിനുശേഷമുള്ള കേരള കോൺഗ്രസിൻ്റെ വിപര്യം കാണാനായിട്ട് അദ്ദേഹം ജീവിച്ചിരുന്നില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. ഏതായാലും ബാബു പോൾ സാർ പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് എത്തിച്ചേർന്നു. 6 കൊല്ലത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ മാണി സാറിന് ശേഷം കേരളത്തിലെ സുറിയാനി കത്തോലിക്കർക്ക് എണ്ണി പറയാനൊരു നേതാവില്ലാത്ത അവസ്ഥയുണ്ടായി. തിരുസഭയുടെയും മറ്റും കാര്യങ്ങൾ കൃത്യമായിട്ട് മന്ത്രിസഭയിൽ അവതരിപ്പിക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും ഇന്നിപ്പോൾ കത്തോലിക്കർക്ക് വേറൊരാളില്ല. PJ ജോസഫിനോ PC ജോർജിനോ മോൻസ് ജോസഫിനോ ആർക്കും തന്നെ ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കഴിയുകയുമില്ല. ജോസ് കെ മാണിയുടെ കാര്യം പറയാൻ വേണ്ട. അങ്ങനെ പാർട്ടി അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒന്നുകൂടി പിളർന്നു. ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തന്മാരായിരുന്ന ആളുകൾ പോലും CF തോമസ് അടക്കം തോമസ് ഉണ്ണിയാടനടക്കം പലരും PJ ജോസഫിൻ്റെ ഗ്രൂപ്പിൽ ചേർന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ജോസ് കെ മാണിയുടെ വിഭാഗം ഐക്യ ജനാധിപത്യ മുന്നണി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേർന്നു. അങ്ങനെ സഖാവ് ജോസ് കെ മാണിയായി. പക്ഷേ ജോസ് കെ മാണി പാലായിൽ മത്സരിച്ചു തോറ്റുപോയി. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 5 MLA-മാരുണ്ടായി. പഴയ ബാർഗൈനിങ് പവറൊന്നും ഇപ്പോൾ ഇല്ല. മുമ്പ് മാണി സാർ ആഭ്യന്തര വകുപ്പ്, ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ്, റവന്യൂ വകുപ്പൊക്കെയാണ് ഭരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഏക പ്രതിനിധിയായ നമ്മുടെ റോഷി അഗസ്റ്റിന് ജലവിഭവ വകുപ്പാണ് കിട്ടിയത്. ജലവിഭവം വളരെ മോശപ്പെട്ട വകുപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാലും മാണി സാറിൻ്റെ പാർട്ടിക്ക് ആകെ കിട്ടിയ ഒരു വകുപ്പാണെന്ന് ആലോചിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. മറ്റ് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല. ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ബാനറിൽ ആൻ്റണി രാജു 2.5 കൊല്ലം മന്ത്രിയായിരുന്നു. ഇപ്പോൾ പിള്ള ഗ്രൂപ്പിൻ്റെ ലേബലിൽ ഗണേഷ് കുമാറും 2.5 കൊല്ലത്തേക്ക് മന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. പിന്നെ സ്കറിയ തോമസിൻ്റെ ഗ്രൂപ്പ് വരെ ഉണ്ട്. ആ ഗ്രൂപ്പും ഇപ്പോൾ ഇടതു മുന്നണിയിലാണുള്ളത്.
പിന്നെ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരുന്ന ഇപ്പോൾ ഗ്രൂപ്പില്ലാത്ത കേരള കോൺഗ്രസ് ആയിട്ട് അറിയപ്പെടുന്ന പാർട്ടി, അവർക്ക് കഴിഞ്ഞവിടെ ചിഹ്നം തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ പാർട്ടികളിൽ നിന്ന് പി ജെ ജോസഫ് ഉണ്ട്, മോൻസ് ജോസഫും ഉണ്ട്. അതിനപ്പുറത്തേക്ക് മൂന്നാമതൊരു MLA ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അവരാണ് UDF ഇവരാണ് LDF അങ്ങനെ കേരള കോൺഗ്രസ് പ്രസ്ഥാനം മൊത്തത്തിൽ ക്ഷയോന്മുഖമാണ്. ബാബു പോളിൻ്റെ പ്രവചനം മിക്കവാറും ശരിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥിതി മെച്ചപ്പെടുമോ, അത് ഇതിനേക്കാൾ ദയനീയമാകുമോ എന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. മാത്രമല്ല UDF ആണോ LDF ആണോ അധികാരത്തിൽ തിരിച്ചെത്തുക എന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ മാണി സാറിൻ്റെ ഓർമ്മ ദിനം ആചരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഇടതു മുന്നണിയിലാണെങ്കിലും ജോസ് കെ മാണി ഈ AA റഹീമിനെ പോലെയോ അല്ലെങ്കിൽ ബ്രിട്ടാസിനെ പോലെയോ വഖഫ് നിയമത്തിൻ്റെ ചർച്ച വന്നപ്പോൾ കറുത്ത ഷർട്ടിട്ട് പോകാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം വെള്ള ഷർട്ട് തന്നെ ഇട്ട് രാജ്യസഭയിൽ പോവുകയും അവിടെ നീണ്ടു നിവർന്ന് നിന്ന് ബില്ലിനെ എതിർക്കുമ്പോൾ തന്നെ അതിൽ മാണി ഗ്രൂപ്പിന് താല്പര്യമുള്ള ചില വകുപ്പുകളെ അനുകൂലിപ്പിച്ചു. വോട്ടെടുപ്പ് നടത്തിയപ്പോഴും അദ്ദേഹം ആണത്തമായിട്ട് തൻ്റെ ഇടമായിട്ട് ആർജവത്തോടുകൂടി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക മാത്രമല്ല, വോട്ടെടുപ്പിലും വഖഫ് നിയമ ഭേദഗതിയെ മൊത്തത്തിൽ എതിർക്കുമ്പോഴും അതിലെ 2 വ്യവസ്ഥകളെ, ഒന്ന് അപ്പീൽ കൊടുക്കാനുള്ള വ്യവസ്ഥയാണ്. അങ്ങനെ മാണി ഗ്രൂപ്പിന് താല്പര്യമുള്ള വകുപ്പുകളെ പിന്തുണയ്ക്കാൻ കൂട്ടാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കേരള കോൺഗ്രസ് നേതാവ് KM മാണി സാറിൻ്റെ മകൻ ഒരു വെറും വാഴപ്പിണ്ടിയല്ല, തൻ്റെ ഇടമുള്ളവനാണ്, മാണിയുടെ മകൻ തന്നെയാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആർജവത്തെ നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടിരിക്കും. ഇടതു മുന്നണിയുടെ പിട്ടും പെരട്ടും തീട്ടൂരും ഒന്നും ജോസ് കെ മാണിയുടെ അടുത്ത് ചിലവാവില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് മുന്നണി കൺവീനർ വിളിച്ച് എന്താ ജോമോനെ നീ അങ്ങനെ വോട്ട് ചെയ്ത് എന്ന് ചോദിക്കുകയില്ല. ഫ്രാൻസിസ് ജോർജ് അത്രയൊന്നും പോയില്ല. പുള്ളി ലോക്സഭയിൽ പ്രസംഗിച്ചപ്പോൾ മുനമ്പത്തിൻ്റെ വേവലാതികളെക്കുറിച്ച് ഞങ്ങൾക്കും ബോധ്യമുണ്ട്, പക്ഷേ വഖഫ് നിയമത്തെ എതിർക്കാൻ നിവൃത്തിയില്ല എന്ന രീതിയിലാണ് പ്രസംഗിച്ചത്. അതേ എല്ലാ വ്യവസ്ഥകളെയും എതിർത്ത് വോട്ട് ചെയ്തു. പക്ഷേ ജോസ് കെ മാണി ആ കാര്യത്തിൽ ഒരു വ്യത്യസ്തത പുലർത്തി. ഇനി അങ്ങോട്ട് എന്തൊക്കെ മാറ്റങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിൽക്കും നമുക്ക് പറയാറായിട്ടില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുക? ഇടതു മുന്നണിയിലായിരിക്കും, വലതു മുന്നണിയിലായിരിക്കും, അതോ BJP മുന്നണിയിലാണോ? അതും അറിയില്ല. കർത്താവിന് തന്നെ അറിയില്ല. നമ്മളെപ്പോലുള്ള സാധുക്കൾക്ക് തീരെയും അറിയില്ല. ഏതായാലും നമ്മുടെ ബാബു പോൾ സാറ് പറഞ്ഞ ഡയറക്ഷനിലാണ് കേരള കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും അവകാശമില്ല. മഹാനായ മാണി സാറിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.